ആദ്യ OTT അപ്ഡേറ്റ് നമ്മുടെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു അഭിനയിച്ച് നമ്മുടെ അതിരടി എന്ന് പറഞ്ഞ മലയാള സിനിമേന്റെയാണ്. സോണി ലിവ് ആണ് സിനിമേന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. സോണി ലിവിലെ സിനിമ ഈ വരുന്ന ജൂൺ മാസം 19-ാം തീയതിയാണ് പടം OTT റിലീസ് വരാൻ പോകുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട്. തിയേറ്ററിലെ സിനിമ വലിയൊരു വിജയമാണ് സമ്മാനിച്ചത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട് ജൂൺ 19-ന്. മറ്റൊരു തെലുങ്ക് സിനിമയാണ് പെഡ്ഡി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. രാംചരൺ ആണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. സിനിമ കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്റർ റിലീസ് വന്നത്. സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 200 കോടിയുടെ മുകളിലൊക്കെയാണ് ബോക്സ് ഓഫീസ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത്. സിനിമ ജൂലൈ മാസമാണ് OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജൂലൈ മാസം 19-ാം തീയതി ആയിട്ട്. പല ഭാഷകളിലെ സിനിമ പാൻ ഇന്ത്യൻ ലെവലാണ് OTT റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടം നല്ലൊരു ബോക്സ് ഓഫീസ് റണ്ണിങ്ങിന് ശേഷമായിരിക്കും സിനിമ OTT റിലീസ്. ഇന്ന് തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസ് വന്നൊരു സിനിമയാണ് നമ്മുടെ മാത്യു തോമസ്, ജഗദീഷ് എന്നിവർ അഭിനയിച്ച സുഖമാണോ സുഖമാണ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമാണ് മേടിച്ചത്. സിനിമ ഇന്നലെ മുതൽ നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്, മലയാളം ഭാഷയിൽ മാത്രമായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. സുഖമാണോ സുഖമാണെന്ന് പറഞ്ഞ മലയാള സിനിമയുടെ നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു തെലുങ്കിൽ നിന്നാണ്. സേവ് ദ ടൈഗേഴ്സ് 3 എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ഇതൊരു സീരീസ് ഒന്നും അല്ല, ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മേടിച്ചത്. എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിലെ തെലുങ്ക് പകർപ്പിലും അതുപോലെ തന്നെ തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ ജൂൺ 19-ന് സിനിമ OTT റിലീസ് ചെയ്യുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു തെലുങ്ക് സിനിമയ്ക്കായിട്ടും. അടുത്ത OTT അപ്ഡേറ്റ് അങ്ങ് ഹോളിവുഡിൽ നിന്നാണ്. നമ്മുടെ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമേന്റെയാണ്. പടത്തിന്റെ ഇന്ത്യൻ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. ഈ വരുന്ന ജൂൺ 24-ാം തീയതി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യന്റെ വെളിയിലെ സിനിമ ഒരു മാസം മുമ്പേ OTT റിലീസ് പ്രീമിയർ കഴിഞ്ഞതാണ്. ഇന്ത്യയിലാണ് സിനിമയുടെ OTT റിലീസ് ഡിലേ വന്നത്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ കറുപ്പ് എന്ന സിനിമേന്റെയാണ്. നമ്മുടെ സൂര്യനൻ, RJ ബാലാജി സംവിധാനത്തിൽ പുറത്തിറങ്ങിയ, തൃശ നായികയായിട്ട് പുറത്തിറങ്ങിയ നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന ജൂൺ മാസം 12-നാണ് ആമസോൺ പ്രൈമിൽ OTT റിലീസ്. ഒരേ സമയത്ത് തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളാണ് പടം OTT റിലീസ്. ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് 300 കോടിയുടെ മുകളിലൊക്കെയാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. എന്തായാലും അമരൻ സിനിമയിലെ ഫൈനൽ തകർക്കത്തില്ലെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. കാത്തിരിക്കാം നമുക്ക് ജൂൺ 12-ന്. മറ്റൊരു സിനിമയാണ് ജൂൺ 12-ന് OTT റിലീസ് ചെയ്യുന്ന നമ്മുടെ ദൃഢം എന്ന് പറഞ്ഞ മലയാള സിനിമ. ഷൈനികമാണ് സിനിമയില് കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിച്ച സിനിമ. തിയേറ്ററിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു മലയാള സിനിമയും കൂടിയാണ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലെ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും പടം OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഷൈനികത്തിന്റെ ദൃഢം എന്ന മലയാള സിനിമയുടെ OTT റിലീസിനായിട്ട്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയും കൂടിയാണ് ദൃഢം എന്ന് പറഞ്ഞ സിനിമ. അടുത്ത OTT അപ്ഡേറ്റ് ആശാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ ഈ വർഷം ആദ്യവാരം തിയേറ്റർ റിലീസിൽ വന്ന മലയാള സിനിമയാണ്. ഇന്ദ്രൻ സേട്ടന്റെ ആശാൻ എന്ന് പറഞ്ഞ സിനിമ. ജോമോനൊക്കെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച സിനിമയും കൂടിയാണ്. പടത്തിന്റെ OTT അവകാശങ്ങളിൽ സ്റ്റാർസ് പ്ലേ എന്ന് പറഞ്ഞ OTT റൈറ്റ്സ് ആണ് മേടിച്ചത്. ഇതൊരു ഓവർസീസ് OTT റൈറ്റ്സ് ആണ്. നിലവിലെ വിദേശത്താണ് നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത് ഇന്ന് മുതൽ. എന്തായാലും ഇന്ത്യയിലും സിനിമ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് മൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് മൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ. നാളെ ജൂൺ 9-ന് സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ് റെന്റ് ഫോർമാറ്റിൽ. എന്തായാലും ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, തമിഴ് പകർപ്പിലായിരിക്കും സിനിമ OTT റിലീസ്. അതുപോലെ തന്നെ ജൂൺ 9-ന് തന്നെ സിനിമ BMS വഴിയും അല്ലെങ്കിൽ BMS സ്ട്രീം എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ അവൈലബിൾ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3-ാം ഭാഗത്തിന്റെയാണ്. നമ്മുടെ ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്ത ദൃശ്യം സിനിമയുടെ 3-ാം ഭാഗം. നമ്മുടെ ലാലട്ടൻ അഭിനയിച്ച ദൃശ്യം സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് മേടിച്ചത്. മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ ജൂൺ 18-ന് ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപനം പുറത്തുവരാൻ പോവുകയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ജൂൺ 18-ന്. അടുത്ത OTT അപ്ഡേറ്റ് തിയേറ്ററിലെ ബ്ലോക്ക് ബസ്റ്റർ റണ്ണിങ്ങിൽ പോകുന്ന തമിഴ് സിനിമയെ ബ്ലാസ്റ്റ് എന്ന സിനിമേന്റെയാണ്. അർജുൻ സർജ, പ്രീതി മുകുന്ദൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചത്. പടം ഈ വരുന്ന ജൂൺ മാസം 25-ാം തീയതിയാണ് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യാൻ പോകുന്നത് പല ഭാഷകളിലായിട്ട്. എന്തായാലും നിലവിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാത്രം 50 കോടിയുടെ മുകളിലൊക്കെ ഗ്രോസ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട് ജൂൺ 25-ാം തീയതി പല ഭാഷകളിലായിട്ട്.
അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന മലയാള സിനിമേന്റെയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ ജൂൺ മാസമല്ല OTT റിലീസ്. സിനിമ ജൂലൈ മാസമാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന പടത്തിന്റെ OTT റിലീസ് പ്രീമിയറിംഗ്. എന്തായാലും സിനിമയ്ക്ക് നല്ല ബോക്സ് ഓഫീസ് റണ്ണിങ്ങിന് ശേഷം മാത്രമായിരിക്കും സിനിമ OTT റിലീസ് കൈമാറുക. കേൾക്കാൻ സാധിക്കുന്ന വെള്ളിയാഴ്ച ദിവസം ജൂലൈ മാസം 17-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ്. അല്ലെങ്കിൽ സിനിമ ഇതിനു മുമ്പ് OTT റിലീസ് ചെയ്യാനും ഹൈ ചാൻസ് കാണുന്നുണ്ട്. മിക്സ്ഡായ അഭിപ്രായങ്ങൾ കാരണം സിനിമയുടെ OTT റിലീസ് ഇനീഷ്യൽ ഡേറ്റ് ചേഞ്ച് ആവാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുന്ന നമുക്ക് കൂടുതൽ സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റിനായിട്ട്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.